ടിക്കേ. നമ്മളെ തമിഴ് ബ്രോയ്ക്ക് വേണമെങ്കിൽ ഒരു പാട്ടൂടെ നോക്കാം. ഈ കൺകളി രണ്ടാമത് അറിയോ? കൺകളി രണ്ടാം അത് അതിപ്പം ആദ്യത്തെ 4 വരി ഓക്കെയാണ്. നാലിലൊന്ന് പാടും അല്ലെ? അത് ഞാൻ പാടിത്തരാം. അല്ലെങ്കിൽ അത് എനിക്ക് റെസ്റ്റ് ആവും. എന്നാ ഞാൻ പാടാം. അതെ. 2 പാട്ട് പറയുന്നുണ്ട്. ആ 2 ഞാൻ പാടിയിട്ട് പിന്നെയും ചേട്ടൻ പാടും കേട്ടോ. ഓക്കെ. കൺകൾ இரண்டால் உன் கண்கள் இரண்டால் என்னை கட்டி இழுத்தாய் போதாதென சின்ன சிரிப்பில் ஒரு கள்ளச்சிரிப்பில் என்னை தள்ளிவிட்டு மூடி மறைத்தாய். பேச எண்ணி சில நாள் அருகில் வருவேன், பின்பு பார்வை போதும் என நான் நினைப்பேன். நகழ்வேனே மாற்றி கண்கள் எழுதும், இரு கண்கள் எழுதும் ஒரு வண்ண கவிதை. காதல் தானா ஒரு வார்த்தை இல்லையே, இதில் ஓசை இல்லையே, இதை இருளிலும் படித்திட முடிகிறதே. കുറേ പേര് അന്വേഷിക്കുന്നുണ്ട്. വന്നേ വന്നതേ ഉള്ളൂ. മെലഡി നല്ലപോലെ വഴങ്ങും. എനിക്ക് മെലഡിയെ വഴങ്ങുള്ളൂ. എനിക്ക് മറ്റേ ഈ അടിച്ചുപൊളിപ്പാട്ട് എനിക്ക് പൊതുവേ താല്പര്യമില്ല. മെലഡി കൊള്ളാം, നല്ല രസമുണ്ട്. ഈ പാട്ടില്ലേ അസു പറഞ്ഞേ ഓയിന്ന് സൽമു ഒന്നല്ലോ. സൽമൂത്തെ കേറി വന്നാണ് വിശേഷം. എന്റെ മൗനരാഗം ഇന്ന് ആ പാട്ട് പറഞ്ഞിട്ടുണ്ടേ അസുവേ. അതുകൂടെ ഞാൻ പാടാം. അത് ചേട്ടൻ പാടുകയില്ല. ഓക്കെ. എന്റെ മൗനരാഗമിന്നു നീ അറിഞ്ഞുവോ, തെളിഞ്ഞുവോ വിണ്ണിലമ്പിളി. എന്റെ മോഹജാലകങ്ങൾ നീ തുറന്നുവോ, ഉണർന്നുവോ പാതിരാക്കിളി. നിറമേഴും പിരിയുമ്പോൾ കണിയായണിഞ്ഞൊരുങ്ങി വന്ന പൊൻതിടമ്പുനി. എന്റെ മൗനരാഗമിന്നു നീ അറിഞ്ഞുവോ, തെളിഞ്ഞുവോ വിണ്ണിലമ്പിളി. കാണാൻ കൊതിക്കുന്ന മാത്രയിൽ എന്റെ കണ്ണിൽ തിളങ്ങുന്നു നിൻമുഖം. കാലങ്ങളിൽ പുഷ്പവീതിയിൽ മലർക്കാലങ്ങളിൽ നിന്നു പിന്നെയും ഓടറിയാതെ ജീവനിലേതോ ഉയരണയുന്നു, ചൊരിയുന്നു ഇണയുടെ ചിറകിനു തണലിനു നീ മാത്രം. എന്റെ മൗനരാഗമിന്നു നീ അറിഞ്ഞുവോ, തെളിഞ്ഞുവോ വിണ്ണിലമ്പിളി. എന്റെ മോഹജാലകങ്ങൾ തുറന്നുവോ, ഉണർന്നുവോ പാതിരാക്കിളി. സൗണ്ട് ക്ലിയർ ആയി വരുന്നതേ ഉള്ളൂ. അതിന്റെ ഒരു പ്രശ്നമുണ്ട്. കുറച്ച് സ്ക്രാച്ച് ഉണ്ട്. അത് തണുപ്പായിട്ടാ, നല്ല തണുപ്പായിട്ട് ബാംഗ്ലൂര്. എനിക്കറിയാം. അവിടുത്തെ തണുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു തണുപ്പാണ് അവിടെ. അയ്യോ, നമുക്ക് ചെവി വേദന എടുക്കും. നമ്മളെപ്പോഴും ഇങ്ങനെ മൂടിക്കെട്ടി നടക്കണം. ഭയങ്കരതാണ്. അത് വെയിലുദിക്കുന്നില്ല, അതാണ്. ഒരു എന്താ പറയുന്ന വലിയ ബുദ്ധിമുട്ട് മഴ പെയ്യുമ്പോഴാണ്. വെറുത്തു പോകും. ഇവിടെ തണുപ്പും മഴയും. ഇപ്പൊ സൈക്ലോൺ ഉള്ളത് കൊണ്ട് തണുപ്പും മഴയുണ്ട്. ഞാന് അന്ന് വർക്ക് ചെയ്തോണ്ടിരുന്ന അവിടെ ഒരു ക്രിസ്ത്യൻ, എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ക്രിസ്ത്യൻ ഒരു പയ്യനുണ്ടായിരുന്നു. അപ്പൊ അവന്റെ ചേട്ടന്റെ വൈഫ് പട്ടാളത്തിലായിരുന്നു. അപ്പോ
ഈ പുള്ളി ഫുഡ് കഴിക്കാനൊക്കെ ഇടയ്ക്ക്